കൗമാരത്തിൽ അകാല യൗവനം ധരിച്ച ഉടൽ, ചിരിയും ചിരിപ്പിക്കലും ശുഭദിശകളുടെ തെളിക്കാഴ്ചയും പ്രസരിപ്പും തുളുമ്പുന്ന ചൊടിഭാഷ, പയ്യൻ മനസ്സ്, കൗതുകവും നർമ്മവും കർമ്മവും സാഹസ സന്നദ്ധതയും പ്രത്യാശയുമുണ്ടെങ്കിലേ ജീവിതം കൈവിട്ടു പോകാതെ സ്വയം കാക്കാനാവുന്ന ദാർഢ്യമുള്ളൊരു മിടുക്കൻ. അതെ, ഇത് നമ്മുടെ പ്രിയങ്കരനായ ജോസ് മാത്തുണ്ണിയേട്ടൻ. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനമാണ്. കമനീയമായി അലങ്കരിച്ച വേദികളോ വലിയ ഉദ്ഘാടകരോ ഒന്നുമില്ല. ഒരു ചായക്കടയുടെ മുന്നിൽ ഒരു പുസ്തക പ്രകാശനം. അതെ, ജോസേട്ടൻ്റെ മധുനൂർ. ഉള്ളിൽ വരഞ്ഞിട്ട അനുഭവങ്ങളുടെ സുഖം ജെഫെക്സ് മീഡിയയുമായി പങ്കുവയ്ക്കുകയാണ് ജോസേട്ടൻ. പുഴുക്കൾക്കായി സമർപ്പിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അട്ടപ്പാടിയിലെ മധുവിൻ്റെ ഉന്തി നിൽക്കും വാരിയലുകളെ പറിച്ചെടുക്കാൻ വന്ന മോണപഴുത്ത നാട്ടുകൂട്ടവും പറഞ്ഞു അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. മധുവിൻ്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ വായിൽ നിന്നും പുറത്തു വന്ന വേകാത്ത അരിമണികൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ മേലാവിൽ നിന്നും വിദഗ്ധർ വരിവരിയായി വരികയായി. പണ്ട് ഒരു മധുര നാരങ്ങ മിഠായി വായിൽ വെച്ച് തന്നിട്ട് അമ്മ മകനോട് പറഞ്ഞിരുന്നു, ഇവരാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന്. ഒരിക്കൽ വായിൽ തുണി തിരുകി ഒരു പാറയിടുക്കിലേക്ക് വലിച്ചിഴച്ച് ശ്വാസം നിലയ്ക്കും വരെ അവർ വേട്ടയാടി. മരിച്ചിട്ടും ശരീരത്തെ ഭോഗിച്ചവർ, ആർത്തവ രക്തം വീണ മണ്ണ് പ്രാപിച്ചവർ, അടുത്ത സ്വാതന്ത്ര്യ പുലരിക്കായി അവർ കാത്തിരിക്കുന്നു. ചവിട്ടേറ്റ് പുറത്തേക്ക് വന്ന ഉണങ്ങി വരണ്ട ഒരു പുകയില ചുരുട്ടുപോലെ, അല്ലെങ്കിൽ ഒരു കറുത്ത ബീഡിക്കുറ്റിയെപ്പോലെയുള്ള കാഷ്ടം ഈ മോണപഴുത്ത നാട്ടുകൂട്ടത്തിന്, അല്ലെങ്കിൽ വയറിളകിയ തീട്ടത്തിലെ പുഴുക്കൾക്കായി സമർപ്പിക്കുന്നു മധുവിൻ്റെ കാഷ്ടം. ഇത് മധുനൂർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, ഈ പുസ്തകത്തിൽ 37 കവിതകളുണ്ട്. അതിലെ പുഴുക്കൾക്കായി സമർപ്പിക്കുന്നു എന്ന ഒരു കവിതയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചത്. ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ജെഫെക്സ് മീഡിയയിലൂടെയായിരുന്നു. ഒരു സാധാരണ വഴിയോരത്തൊരു ചായക്കടയിലായിരുന്നു മധുനൂർ എന്ന് പറയുന്ന ജോസ് മാത്തുണ്ണി, ചാലക്കുടിക്കടുത്ത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തൂമ്പാക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ജോസ് മാത്തുണ്ണി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. എഴുത്തുകാരനും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ പല രീതിയിലും പല ഭാവത്തിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളുടെ വർണ്ണങ്ങൾ ഒപ്പിയെടുത്ത, വർണ്ണങ്ങൾ കണ്ട ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്. ജോസ് മാത്തുണ്ണി എന്ന് പറയുന്ന മനുഷ്യനെ പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ ഒരു കവിത എഴുതുന്ന ആളാണെന്നറിയില്ല. കുറച്ചും കൂടി അടുത്തറിയാൻ ഞാൻ പറയാം, നമ്മുടെ ഇപ്പോഴത്തെ തൂമ്പാങ്കോട് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിട്ടുള്ള VM ടെൻസൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ് ഈ ജോസ് മാത്തുണ്ണി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്. അദ്ദേഹം ഇപ്പോൾ ജെഫെക്സ് മീഡിയയുടെ അടുത്തുണ്ട്. ജോസേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ പുഴുക്കൾക്കായി സമർപ്പിക്കും മധുനൂർ എന്ന് പറയുന്ന അങ്ങയുടെ ഈ പുസ്തകത്തിൽ ഈ വരികൾ ഞാൻ വായിക്കുമ്പോൾ പാലക്കാട്ടെ മറ്റൊരു രോദനമാണ് സത്യത്തിൽ എനിക്ക് കാണാൻ സാധിക്കുക. ഇത് ഈ മധുനൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതും കഴിഞ്ഞും പാലക്കാട്ട് വീണ്ടും ഒരു രോദനം. ജോസേട്ട, അങ്ങയുടെ മനസ്സ് ഇത്ര തിളച്ചു മറിയുന്ന ഒരു മനസ്സാണ്. ഇങ്ങനെ ഒരു കവിത എഴുതുന്ന മനുഷ്യനാണെന്ന് ചാലക്കുടിയിലെ ആർക്കും അറിയില്ല. അങ്ങേ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങ് പണ്ട് ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പല തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ജോസേട്ട ഇങ്ങനെ ഒരു മധുനൂറിലേക്ക് എത്തിച്ചേർന്നത്? എന്താണ് ഈ മധുനൂർ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി അങ്ങേക്ക് പറയാനുള്ളത്? മധുനൂർ എന്ന ഇതിൽ ആ പേരിൽ തന്നെ ഉണ്ട്. അത് പ്രണയ കവിതകളാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ ഇത്ര കാലത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു യുവത്വം, കൗമാരം ഒക്കെ കടന്നുപോയി ആ ഒരു കാലഘട്ടത്തിലൂടെ വന്നപ്പോൾ വന്ന ഒരു കവിതയാണ് മധുനൂർ. ആ കവിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ് മധുനൂർ. ഓക്കെ. നേരത്തെ പറഞ്ഞ മധു നമ്മുടെ വട്ടപ്പാടിയിൽ ചവിട്ടേറ്റ് മരിച്ച ആദിവാസി യുവാവിന്റെ വേദനാജനകമായ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രചോദനമായിട്ട് വന്ന ഒരു കവിതയാണ്. അത് എഴുതാണ്ടായ കാരണം വെച്ചാൽ അത് വലിയ രീതിയിലുള്ള ആ ചവിട്ട്, മധുവിന് കിട്ടിയ ചവിട്ട് പുഴുക്കൾക്ക് വേണ്ടി സമർപ്പിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ പ്രബുദ്ധരായിട്ടുള്ള മലയാളിക്ക് കിട്ടിയ ചവിട്ടാണ്. അതെ, എനിക്ക് ഏറ്റവും തീവ്രമായ ഒരു നിലപാട്. ആ ചവിട്ട് എനിക്കാണ് കിട്ടിയത്. മധുവിനെ ചവിട്ടിയത് നമുക്കാണ് നമ്മളാണ് ചവിട്ടിയത്. തീവ്രമായ വരികൾ, ഞങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഈ ചവിട്ട് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കവിത, അത് മുന്നേ എഴുതപ്പെട്ട ഒരു സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അന്നത്തേക്കാൾ ഇത് മധുവിനെ വളരെ ഭീകരമായിട്ട് നാട്ടുകൂട്ടം ചവിട്ടി കൊന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. അതിനേക്കാളും ഭയാനകമായ സാഹചര്യമാണ് ഇന്ത്യയിലും കേരളത്തിലും. അതിൻ്റെ ആദ്യത്തെ പതിപ്പാണ് ഇപ്പോൾ വാളയാർ കേരളത്തിൽ പാലക്കാട് നടന്ന സംഭവം. അതിന് മധുവിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു
വർഗീയതയോ അതോ ഹിന്ദുത്വ മതവാദമോ തീവ്രവാദമോ ഒന്നുമില്ല. പക്ഷേ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഒരു ആൾക്കൂട്ട അതെ 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 അത് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു മനുഷ്യനെ അതെ അതെ കിരാതമായിട്ട് ഞെരിച്ച് കൊന്നു. തുണി വായി അല്ലെ? അതെ അതെ തീർച്ചയായിട്ടും. ഇതിൽ അതേപോലെ ഒരു സാധുവിനെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച തൊഴിൽ തേടി വന്ന യാചുവിനെ അവന്റെ മതം നോക്കി, അവന്റെ നിറം നോക്കി, അവന്റെ വംശം നോക്കി കൃത്യമായി വളരെയധികം വിഷം കലർന്നൊരു സമൂഹം, വിഷം കലർന്ന ആൾക്കൂട്ടാണ്, വിഷം കലർന്ന നാട്ടുകൂട്ടാണ് ചവിട്ടിക്കൊന്നത് എന്ന് വളരെ അത്രത്തോളം തന്നെ വേദന. അതിൽ അവസാനത്തെ വരികളെ ചവിട്ടേറ്റ് പുറത്തേക്ക് വന്ന ഉണങ്ങി വരേണ്ട ഒരു പുകയില ചുരുട്ടുപോലെ അല്ലെങ്കിൽ ഒരു കറുത്ത ബീഡി കുറ്റിയെ പോലെയുള്ള കാഷ്ടം ഈ മോണപുഴുത്ത നാട്ടുകൂട്ടത്തിന് അല്ലെങ്കിൽ വയറിളകിയ തീട്ടത്തിലെ പുഴുക്കൾക്കായി സമർപ്പിക്കുന്നു മധുവിന്റെ കാഷ്ടം. എന്താണ് അത്? അത്രയ്ക്കും ഒരു കവിയും ഒരു എഴുത്തുകാരും അത്രയ്ക്കും ഭാഷ ഉപയോഗിക്കില്ല. അതാണ്. പക്ഷെ ഇത് എനിക്ക് ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെട്ടതാണ്. കാരണം അത്രത്തോളം അത്രയ്ക്ക് അപമാനകരമായിട്ടുള്ള സമൂഹമാണ് ഈ ചെയ്തത്. ആ സമൂഹത്തിന് അതേ ഭാഷയിൽ തന്നെയാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് സംഗതി, അവർക്കായിട്ട് നേർച്ച കൊടുക്കണം, അവർക്ക് വേണ്ടി നേരുകയാണ്. മധുവിന്റെ തന്നെ അമേദ്യം അവർക്ക് നമ്മൾ കൊടുക്കണം. മധുനൂർ എന്ന് പറയുന്ന പുസ്തകം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകം ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഈ അവതാരിക എഴുതിയിട്ടുള്ളത് KGS ആണ്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ അവതാരികയിൽ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഇതൊക്കെ നമ്മുടെ ചാലക്കുടിക്കാരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നാണ്. 4 നൂറ്റാണ്ട് മുമ്പേ ജോസ് മാത്തുണ്ണിയെ അറിയാം. കൗമാരത്തിൽ അകാല യൗവനം ധരിച്ച ഉടൽ ചിരിയും ചിരിപ്പിക്കലും ശുഭദിശകളുടെ തെളിക്കാഴ്ചയും പ്രസരിപ്പും തുളുമ്പുന്ന ചൊടിഭാഷ, പയ്യൻ മനസ്സ്, കൗതുകവും നർമ്മവും കർമ്മവും സാഹസ സന്നദ്ധതയും പ്രത്യാശയും ഉണ്ടെങ്കിലേ ജീവിതം കൈവിട്ടു പോകാതെ സ്വയം കാക്കാനാവുന്ന ദാർഢ്യമുള്ളൊരു മിടുക്കൻ. ജോസേട്ടൻ അങ്ങയുടെ ജീവിതം ഇങ്ങനെ ഒരു കുറെ തലങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ ജോസേട്ടൻ എത്ര വയസ്സ്? ഇപ്പൊ കറക്റ്റ് ഹാഫ് സെഞ്ചുറി, 50. ജീവിതത്തിന്റെ ഒരു പകുതി ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ ഇത്രമാത്രം എഴുതുക എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു അനുഭവത്തിന്റെ പുറത്താണല്ലോ ഇതൊക്കെ നമ്മൾ എഴുതുന്നത്. തീർച്ചയായിട്ടും ഇത്ര തീവ്രമാണ് ജോസേന്റെ ജീവിതം. എന്നാൽ ജീവിതത്തെ പറ്റിയിട്ടുള്ള ജോസേന്റെ ഒരു എന്താ പറയാ, അത് നമ്മുടെ ജീവിതം വളരെ, വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതം വളരെ സുന്ദരവും വളരെ എന്താ പറയാ ആർഭാടവും എല്ലാം തികഞ്ഞ വളരെ ഒന്നിനൊരു അല്ല നല്ല നന്മ നിറഞ്ഞൊരു കാലത്തിലൂടെ ഞാൻ കടന്നു പോയത്. അതെ അതെ. പക്ഷെ നമ്മുടെ മുന്നിലേക്ക് വന്ന് വീണതെല്ലാം തന്നെ വളരെ ഭീകരമായ അവസ്ഥകളാണ്. നമ്മുടെ ഏറ്റവും നല്ല സമയം, എൻ്റെ ഏറ്റവും നല്ല പ്രായം 17 വയസ്സ് കഴിഞ്ഞ ആ പ്രായത്തിലാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച. ഒരുപാട് സാമൂഹ്യ പുറത്ത് ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ ആകുലപ്പെടുത്തിയിരുന്നു, അല്ലെ? ഉറപ്പായിട്ടും ലജ്ജയാവുന്നു എനിക്കിന്ന് തോന്നിയിട്ടുണ്ട്, അല്ലേ? ഉറപ്പായിട്ടും. അത് അങ്ങനത്തെ സംഗതികൾ ചേട്ടനെ സ്വാധീനിച്ചിട്ടുള്ള സംഭവങ്ങൾ ഈ ബാബറി മസ്ജിദ്, അതുപോലെ ജീവിതത്തിൽ ബാബറി മസ്ജിദും പോലെ തന്നെ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച. അതിന്നും മനുഷ്യനെ വലിയ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടൽ അതിന്റെ മൂർധന്യത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ ദളിതരും ന്യൂനപക്ഷങ്ങളും മറ്റു എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും അതുപോലെ ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും നീതിയുടെ പക്ഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെയാണ് ഈ ബാബറി മസ്ജിദിന്റെ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും വലിയ രീതിയിൽ ദുരന്തം അനുഭവിക്കുന്നു, വേട്ടയാടപ്പെടുന്നു. അതെ, ആ വേട്ടയാടലിന്റെ തുടർച്ച ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും കവികളിലേക്കും എഴുത്തുകാരിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. ദാബോൾക്കർ, അതുപോലെ കൽബുർഗി, എഴുതുന്നവരടക്കം പോലും വേട്ടയാടപ്പെടുന്ന ഫാസിസ്റ്റ് ഒരു വലിയ രീതിയിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടന് ഒരു കച്ചവടക്കാരനാണെന്ന് ജോസേട്ടൻ വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് ജോസേട്ടൻ ജീവിതത്തിൽ ഒരു കച്ചവടക്കാരനായിരുന്നു. ജോസേട്ടൻ ജീവിതത്തിൽ വളരെ ആർഭാടകരമായ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ജോസേട്ടൻ ജീവിതത്തിൽ എല്ലാ യുവാക്കളെ പോലെ ക്രിക്കറ്റ് കളിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം ആകുലപ്പെടാനായിട്ട് അങ്ങയുടെ മനസ്സ് ഇങ്ങനെ ഇത്രയും ഒരു സർഗാത്മകമായ തലത്തിലേക്ക് എത്തിയത് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ടെൻഷൻ ഫുഡിൽ ചേട്ടൻ അവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലായിരുന്നു. ഇതിലൊക്കെ എഴുതിയേക്കുന്ന വരികൾ, ഇപ്പോൾ ഇതിന്റെ മറ്റൊരു തുടക്കം എഴുതിയിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ഡോക്ടർ റോസി തമ്പി ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഈ പ്രകൃതി, പ്രണയം, ബ്രതി, വിപ്ലവം ഇവയുടെ ആകെ തുകയാണ് മാത്തുണ്ണിയുടെ കവിതകൾ. ഉന്മാദത്തിന്റെ ഗന്ധം വിടരുന്ന നാഴികകളിൽ വിടർന്ന പരാഗരേണുക്കൾ നിറഞ്ഞ കവിതകളാണിവ. രതിയും പ്രണയവും പ്രകൃതിയും വിപ്ലവത്തിൽ മാറി മാറി ഇണചേർന്ന് കളിക്കുകയാണ്. ഒരു കവിതയും ആ കവിതയിൽ പൂർണ്ണമാകുന്നില്ല. പലതിലേക്കും അത് വാതിൽ തുറന്നിടുന്നു. കൃത്യമായൊരു കഥ പറയലോ കാര്യങ്ങൾ വിശദീകരിക്കലോ പോലുമല്ല ഈ കവിതകൾ. മാത്തുണ്ണി തന്നെ പറയും പോലെ തനിക്കുള്ളിൽ ഒരു അപരനാണ്. ആ അപരനാണ് കവിത എഴുതുന്നത്. ആരാണ് അപരൻ? എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ എങ്ങനെ എഴുതുന്നു സംഭവം. ആ അപരൻ സ്ത്രീയാവാം പുരുഷനാവാം, അപരൻ സ്ത്രീയാവാം പുരുഷനാവാം. അതടുത്ത അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ അപരൻ എന്ന് പറഞ്ഞ ആള് ഏത് വ്യക്തിയിലും മറ്റൊരു രണ്ട് പേഴ്സണാലിറ്റി, രണ്ട് സ്വഭാവം, ഇങ്ങനെയൊക്കെ വരുന്നതുണ്ട്. ഈ അപരൻ പുറമേയുള്ള ഒരു അപരനാ നമുക്ക് ആരും പറഞ്ഞു തരികയാണ്. എഴുതാനായിട്ട് തന്നെയുള്ള മോട്ടിവേഷൻ പോലെ എഴുതാനുള്ള വരികൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞു തരണം. അതങ്ങനെ തന്നെ പകർത്തി എഴുതുന്ന ഒരു ചെറിയ ദൗത്യം മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇതില് ഇപ്പൊ ഈ മധുനൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ 37 കവിതകൾ. ചേട്ടൻ ഇത് എത്ര നാൾ കൊണ്ടാണ് ഈ കവിതകൾ എഴുതിയത്? എന്താണ് ഇതിന്റെ ഒരു മൊത്തത്തിലൊരു അനുഭവം? ഇത് പറയുകയാണെങ്കിൽ പശ്ചാത്തലത്തിന് മുന്നായിട്ട് എനിക്ക് ഈ പുസ്തകത്തിന്റെ
ഈ പുസ്തകം എഴുതാൻ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിന് അവതാരിക എഴുതി തന്ന KG ശങ്കരപ്പിള്ളയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എഴുത്തച്ഛൻ അവാർഡ് വാങ്ങിച്ച KG ശങ്കരപ്പിള്ളയാണ്. അത് വലിയൊരു പ്രചോദനം തന്നെ. അത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അതിന്റെ ഒരു പ്രചോദനം, ഒരു കവിതയുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കവിതയുടെ ഒരു റൂട്ട് തെളിഞ്ഞു വരാനായിട്ട് അദ്ദേഹം കാലം കടന്നു പോകും, സമയം കാത്തിരിക്കണം, ക്ഷമ വേണം. വർഷമോ 30-33 വർഷം മുമ്പ് അദ്ദേഹം നമുക്ക് പറഞ്ഞ ഒരു വരികളുണ്ടെന്ന് അത് അദ്ദേഹം തന്നെ മറന്നുപോയി. അപ്പൊ ഇന്ന് KGSന്റെ പുതിയ കാലത്ത് അദ്ദേഹം നീതിയുടെ പക്ഷത്തും അതുപോലെ നവഇടതുപക്ഷത്തിനും വേണ്ടിയിട്ടും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് KG ശങ്കരപ്പിള്ള. ഇന്ന് കാലത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന മഹാകവി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം KG ശങ്കരപ്പിള്ള. അദ്ദേഹമാണ് നമുക്ക് ഈ മധുനൂർ എന്ന കവിതയുടെ പഴയ കാലത്തെ പ്രചോദകൻ. പക്ഷെ ഇപ്പോൾ ഈ മധുനൂർ എഴുതാനായിട്ടുണ്ടായ കാരണം നവമാധ്യമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എഴുത്ത് വളരെ എളുപ്പമായി. മുമ്പ് നമുക്ക് എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനോ കലാഭവനോ അങ്ങനത്തെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇന്ന് നേരെ നമുക്ക് വരുന്നു, അപ്പം തന്നെ എഴുതി വെക്കുന്നത് പറഞ്ഞത്. അങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ 5 വർഷം കൊണ്ടാണ് ഞാൻ ഈ മധുനൂർ 37 കവിതകൾ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഈ 5 വർഷമല്ല, ഈ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു 35 വർഷത്തെ ലൈഫ് ഇതിനകത്ത് കാണാൻ പറ്റും. അത്രയ്ക്കും പഴക്കം ഈ കവിതകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ കവിതകൾ വായിക്കുമ്പോഴാണ് ഓരോരോ കാലഘട്ടത്തിലെ കവിതകളിലെ ഇത് നമ്മൾ എഴുതിയെടുത്തപ്പോഴാണുള്ളൂ. ഈ 5 വർഷം കൊണ്ടാണ് എഴുതിയെടുത്തെന്നുള്ളൂ. പക്ഷെ 35 വർഷത്തെ ലൈഫ് ഈ കവിതകളുണ്ട്. 35 വർഷത്തെ ലൈഫ് ഇതിനകത്തുണ്ട് മധുനൂർ. പ്രിയപ്പെട്ടവരെ, ഈ മധുനൂർ എന്ന് പറയുന്ന പുസ്തകം അത് ഒരുപക്ഷെ ജോസ് മാത്തുണ്ണി എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത്, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത്, അദ്ദേഹം ജീവിതത്തിലൂടെ കടന്നുപോയ വഴികളിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടാണ്. ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട കവിതകളാണ്. പല വരികളും നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ, വിടരാൻ മടിച്ച റോസാപ്പൂ മുട്ടുകൾ അസ്തമയത്തിനു മുന്നേ വിരിഞ്ഞു, പനങ്കതിർ കുലകളിൽ തൂങ്ങിയാടിയിരുന്ന കടവാവലുകൾ അവൾക്ക് പിറകെ പോയി, ഉതിർന്നു വീണ ഉടുമുണ്ട് തപ്പിയെടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി, ഓലായിലെ ഉത്തരത്തിൽ 10 ചാൺ നീളമുള്ള ഉരുകെട്ട് ചുരുളൻ മുടി കവുങ്ങിൻ പാളയുടെ വള്ളി കൊണ്ട് കെട്ടി തൂക്കിയിട്ടിരുന്നു. ഞാൻ പകച്ചുപോയി, മുടിക്കെട്ട് ഞാൻ കയ്യിലെടുത്തു. മുടിക്ക് നീലക്കുറിഞ്ഞി പൂക്കളുടെ ഗന്ധം, മുടിക്കെട്ടിൽ നിന്നും ചോര കുടിച്ച് തിണർത്ത പെൺപേനുകൾ ഒന്നൊന്നായി എൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറി. അകത്തെ ഇരുട്ടിലേക്ക് ഞാൻ ഉൾവലിഞ്ഞു. ഊണുമുറിയിലെ കണ്ണാടിയിൽ അവളുടെ നെറ്റിയിലെ വലിയ വട്ടമുള്ള കുങ്കുമപ്പൊട്ട് പറ്റിച്ചേർന്നിരിക്കുന്നു. എനിക്ക് ഈ രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ജനൽപ്പാളിയിലൂടെ വിരുന്നു വന്നു. മധുനൂറിലെ ഒരു കവിത കൂടിയാണ് ഞാനിപ്പോൾ വായിച്ചു കേട്ടത്. ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കവിതാശകലങ്ങളുള്ള ഒരു പുസ്തകമാണ് മധുനൂർ എന്ന് പറയുന്ന ഈ പുസ്തകം. ഇത് ജോസ് മാത്തുണ്ണി എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ ഈ എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകമാണ്. ഇതിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ചായക്കടയിലായിരുന്നു. കാലത്ത് പ്രഭാതത്തിൽ വേളൂക്കരയിലുള്ള ഒരു ചായക്കടയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇതിൻ്റെ പുസ്തക പ്രകാശനം നടന്നത്. അന്ന് ഗ്രീൻ ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്താനും ചർച്ച ചെയ്യപ്പെടാനും ഉണ്ട്. തീർച്ചയായിട്ടും ഇതെത്തിപ്പെടട്ടെ, നിങ്ങളും വായിക്കണം. മധുനൂർ എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ ചാലക്കുടിയിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തൂമ്പാങ്കോട് സ്വദേശിയായിട്ടുള്ള ജോസ് മാത്തുണ്ണി എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനാണ് ഈ 37 കവിതകളുടെ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതിനേക്കാളേറെ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു സംഭവം, ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു, വളരെ പ്രകൃതിയുടെ എല്ലാവിധ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടിൻ്റെ ഒരു പശ്ചാത്തലമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശം. അപ്പോൾ അവിടെ ഈ മരങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പിറകിൽ കാണുന്നില്ലേ, മറ്റൊരു പുസ്തകം കൂടി ശ്രീ ജോസ് മാത്തുണ്ണിയുടെ മറ്റൊരു പുസ്തകം കൂടി ഇറങ്ങാൻ പോവുകയാണ്. വിവിധങ്ങളായിട്ടുള്ള പ്രസിദ്ധീകരണ ശാലകൾ അതിൻ്റെ പ്രസിദ്ധീകരണത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഖസാക്കിൻ്റെ മർമ്മരം എന്നാണ് പുതിയ കവിതയുടെ പുസ്തകം. അതൊരു നീളൻ കവിതയാണ്, ഏകദേശം 500-ന് മേലെ വരികളുള്ള ഒരു നീളൻ കവിത. അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു നോവലാണ്. പക്ഷേ ഈ ഖസാക്കിൻ്റെ മർമ്മരം എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം 2ാമത്തെ പുസ്തകത്തിന് കൂടി അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. പുസ്തകം 2-ലും ഒതുങ്ങുന്നില്ല, ഇനിയും പുസ്തകങ്ങളുണ്ട്. ഈ ഖസാക്കിൻ്റെ മർമ്മരത്തിലേക്ക് വരുമ്പോൾ ജോസേട്ടാ, ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രചോദനം ചേട്ടനും എങ്ങനെയാണ് ലഭിച്ചത്? പ്രചോദനം ആത്യന്തികമായിട്ട് നമ്മുടെ ഈ മലയാളത്തിൽ ഒരുപാട് കാലത്ത് എഴുതിയ എഴുത്തുകാർ തന്നെയാണ്. അത് ആനന്ദിന്റെ പുസ്തകം, മരുഭൂമികൾ, അതുപോലെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അതിൽ OV വിജയന്റെ ഗുരുസാഗരം, ധർമ്മപുരാണം, അതുപോലെ ഈ നമ്മുടെ OV വിജയന്റെ തന്നെ ഖസാക്കിന്റെ ഇതിഹാസം. അപ്പൊ ഈ അങ്ങനെ നിരവധി കോവിലിന്റെ പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. 15 വയസ്സ് മുതൽ ഒരു 20-22 വയസ്സ് വരെയാണ് നമ്മൾ പുസ്തകങ്ങളുടെ ലോകത്തുണ്ടായിരുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വെച്ചാൽ അത് നോവലായിട്ടോ കവിതയായിട്ടോ അല്ലെങ്കിൽ ഗവേഷണ പുസ്തകങ്ങളോ യാത്രാ വിവരണോ ഓട്ടോബയോഗ്രഫി ആയിട്ടോ ഒന്നല്ല നമ്മൾ വായിക്കണേ. ആത്മകഥ പോലെ ഒന്നല്ല നമ്മൾ വായിക്കണം. നമ്മൾ പത്രം വായിക്കുന്ന പോലെ ഒക്കെ പത്രം വായിക്കുന്ന പോലെ വായിക്കുക. എല്ലാ വീക്കിലികളും നമ്മുടെ കയ്യിൽ കിട്ടും. കലാകൗമുദി, മലയാളം, അന്നത്തെ കേരള ശബ്ദം, നിരവധി പുസ്തകങ്ങൾ, അതുപോലെ പത്രങ്ങൾ. 5-6 പത്രം വായിക്കുന്ന ഒരു കൂട്ടുകാലം ഉണ്ടായിരുന്നേ. അതിന് ഏറ്റവും വലിയ കാരണം എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠ സഹോദരൻ പത്രത്തിന്റെ ഏജന്റ് ആയിരുന്നു. ഈ പത്രങ്ങളൊക്കെ എൻ്റെ തറവാട്ടിൽ വന്ന് വീഴും. എല്ലാ പത്രങ്ങളും, ഒരു എക്സ്പ്രസ്, ദീപിക, മാതൃഭൂമി, മലയാള മനോരമ, ദേശാഭിമാനി,
അതിൻ്റെ തന്നെ ചിന്ത പതിപ്പ്, യുവതാര, അങ്ങനെ നിരവധി പുസ്തകങ്ങളും വീക്കിലികളിലെ സമൃദ്ധിയാണ്. വായനയ്ക്കൊരു ക്ഷാമമില്ല. അതുപോലെ പത്രങ്ങളുടെ സപ്ലിമെൻ്റ് ഇതൊക്കെ തന്നെ മരിച്ചു പോയ ആൾക്കാരുടെ പേരുകളൊക്കെ തന്നെ ഇങ്ങനെ വായിച്ചു പോകണം. വലിയ വലിയ നോവലുകളൊക്കെ വായിക്കുന്നത് പത്രം വായിക്കുന്ന പോലെയാണ്. വളരെ ഈസി ആയിട്ട് യാതൊരു വക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ എല്ലാ എഴുത്തിൻ്റെയും പ്രചോദനം ഇവിടെ മുൻകാലങ്ങളിൽ എഴുതി പോയ വലിയ വലിയ എഴുത്തുകാരുടെ പുസ്തകം തന്നെയാണ്. അതിൽ OV വിജയൻ്റെ പുസ്തകം അത് ഞാനൊരു ഇമോഷണൽ സെക്കൻഡ് ഇമോഷണലായിട്ട് പെട്ടെന്ന് ചില ഇത് വരുന്നതാണ്. അതൊരു നമ്മുടെ ഹോർമോണിന്റെ ഒരു വിഷയമാണ്. നമുക്കത് ചിലപ്പോൾ ബാലൻസ് ചെയ്യാതെ പിടിക്കാൻ സമയം. അതെ അതെ. ഈ OV വിജയന്റെ ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ്, അത് വായിച്ചതിന് ശേഷം പിന്നീട് എനിക്കൊരു പുസ്തകം വായിക്കേണ്ടി വന്നില്ല. ഒരു നോവലും എനിക്ക് വായിക്കേണ്ടി വന്നില്ല. അതിനെ വലിയ വലിയ നോവലുകളൊക്കെ പിന്നീട് വന്നുപോയി. പിന്നെ സ്റ്റക്കായി. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചതിന് സ്റ്റക്കായി. അതിലെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി എന്ന് പറഞ്ഞ അപ്പുക്കിളി, ആബിദ, അപ്പുക്കിളി, മൈമുന, രവി, ചാന്തുമ്മ, കോടച്ചി, ശ്രീറാമൻ നായർ, മാധവൻ നായർ, ഇങ്ങനെ എണ്ണിയാലെടുങ്ങാത്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ ഉണ്ട്. അത്രത്തോളം തന്നെ അതിൻ്റെ ആയിരക്കണക്കിന് മടങ്ങ് ജന്തു ജീവജാലങ്ങളും പ്രകൃതി സൗന്ദര്യം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം, OV വിജയന്റെ ഇതിഹാസം എന്നതിനേക്കാൾ ഉപരി ലോകോത്തര ക്ലാസിക്കാണ്. മലയാളത്തിലെ പല വിദ്വാന്മാരും അതിനെ ചെറുതാക്കി അത് കേരളത്തിന്റെ മലയാള ഭാഷയുടെ ഇതിഹാസമാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ അത് ലോക ഇതിഹാസം തന്നെയാണ്. അങ്ങനെ ഈ ഇത് നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ അപ്പുക്കിളിയെ പോലെ തന്നെ നമ്മുടെ ഈ മസ്തിഷ്കം മുരടിച്ചു പോയി. വായിച്ചിട്ട് ഷോക്കായി. ആ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ അതുവരെ നമ്മൾ ഇങ്ങനെ പള്ളി അങ്ങനെ അതൊക്കെ ചെറിയൊരു ലോകത്ത് ജീവിക്കാൻ വലിയൊരു മഹാപ്രപഞ്ചത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലായിരുന്നു. ആ വായനയിൽ നമ്മൾ സ്റ്റക്കായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തൊഴിൽ തേടി പല പല കാര്യങ്ങൾക്ക് പല ലോകം കഴിഞ്ഞ് ജീവിതം കഴിഞ്ഞ് പറഞ്ഞ് വീണ്ടും ഒരു 10 വർഷം മുമ്പ് വീണ്ടും ഈ കൃതി എൻ്റെ കയ്യിൽ കിട്ടണം, ഖസാക്കിൻ്റെ ഇതിഹാസം. ആ പുതിയൊരു വായന നമുക്ക് പുതിയൊരു അനുഭവത്തിലൂടെ നമുക്ക് വായിക്കാൻ പറ്റി. വീണ്ടും നമ്മളത് വായിക്കാൻ പ്രചോദനമായി. അങ്ങനെ 3 തവണ വായിച്ചോളൂ. പിന്നീട് വായിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ വരികളും എല്ലാ അനുഭവങ്ങളും എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി കിടക്കണം. അപ്പോൾ OV വിജയൻ്റെ പൂർണ്ണമായിട്ടും പറയാം, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് എഴുതിയ കവിതയാണ്, കവിതാ സമാഹാരമാണ് ഖസാക്കിൻ്റെ മർമ്മരം. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഖസാക്കിൻ്റെ മർമ്മരത്തിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ഇതിലില്ല. അപ്പം ഞാൻ ഇത് എഴുതാനായിട്ട് ആദ്യം ഞാനൊരു വർഷം മുമ്പ് ഒരു 5 പേജാണ് ഇതിൻ്റെ എഴുതി കൊണ്ടത്. 5 പേജാണ് ആദ്യ ഘട്ടത്തിൽ ഞാൻ പൂർത്തീകരിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മറ്റേ തമ്പി മാഷ കണ്ടു. തമ്പിനെ കാണാൻ എളുപ്പമാണ്. തൃശ്ശൂരാണല്ലോ. തൃശ്ശൂർ സെക്ടറിൽ വടക്കേ സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആളവിടെ ഉണ്ട്. അപ്പോൾ ആളെ കണ്ട് കാണിച്ചപ്പോൾ ആൾക്ക് കവിത ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റ കവിത കൊണ്ട് ഒരു പുസ്തകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ഔദാരിക മാഷ് എഴുതി. അപ്പോൾ ആൾ മാഷ് പറഞ്ഞു 1 പേജ് ഔദാരിക എൻ്റെ ഇത് പ്രതീക്ഷിച്ചാൽ മതി, വലിയ ഔദാരികയൊന്നും എഴുതാൻ എനിക്ക് കഴിയില്ല. വലിയ പുസ്തകം ആക്കണമെങ്കിൽ കവിതയ്ക്ക് അതിനനുസരിച്ചുള്ള ലെങ്ത് ഉണ്ടാവണം. അപ്പോൾ പിന്നെ അത് എൻ്റെ ആ മാഷ് പറഞ്ഞ വാചകം നമ്മുടെ കിടക്കണം. പിന്നെ എല്ലാ രാത്രിയും ഈ സംഗതി ഈ കവിത കൊണ്ട് വരും. ഖസാക്കിൻ്റെ ഇതിഹാസം വരും, നമ്മുടെ നിലവിൽ എഴുതിയ സംഗതി വരും. അത് നോക്കിയപ്പോൾ വലിയ ഗ്യാപ്പുകൾ ഉണ്ട് കവിതയിൽ. ഞാൻ തന്നെ വീണ്ടും വായിക്കുമ്പോൾ കവിത ഇങ്ങനെ വലിയ ഗ്യാപ്പ് ചേരുന്നില്ല. അതിന് ഒഴുക്കുണ്ടെങ്കിലും എവിടെയൊക്കെയോ സംഗതി ഇത് കിടപ്പാണ്. അത് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഓരോരോ ഗ്യാപ്പുകളിലേക്ക് പുതിയ പുതിയ വരികൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ എല്ലാ സംഗതികളും നമ്മളങ്ങനെ വേട്ടയാടാൻ തുടങ്ങി. വേട്ടയാടി നമ്മൾ കൈത്തിൽ പിടിച്ച് പീച്ച് കൊല്ലുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ബാക്കിയെല്ലാം എഴുതി. 1 വർഷം എടുത്തു. പിന്നീടുള്ള 500 വരി എത്തിക്കാൻ. 500 വരിയുടെ ഒറ്റ കവിത, 35 പേജുണ്ട്. ഒറ്റ കവിത കൊണ്ട് തന്നെ ഒരു പ്രസിദ്ധീകരണത്തിന് ഗ്രീൻ ബുക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ ലിബി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പല പബ്ലിഷേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ തീരുമാനത്തിൽ തെറ്റില്ല. ഇനിയും നമുക്ക് ഇപ്പോൾ നിലവിൽ ഖസാക്കിന്റെ മർമ്മത്തിന് കുരിപ്പുഴ വലിയ നീണ്ട ഒരു അവതാരിക നമുക്ക് എഴുതുന്നുണ്ട്, കുരിപ്പുഴ ശ്രീകുമാർ. അതുപോലെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുസ്തകത്തിന് നമുക്ക് മധുനൂർ എന്ന പുസ്തകത്തിന് KGS നമുക്ക് അവതാരിക ചെയ്യുന്ന പോലെ മറ്റൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ ഖസാക്കിന്റെ മർമ്മത്തിന് OV വിജയന്റെ സഹോദരി, ജീവിച്ചിരിക്കുന്ന ഏക സഹോദരി OV ഉഷ നല്ലൊരു അവതാരിക നമുക്ക് എഴുതുന്നുണ്ട്. അതുപോലെ നിത്യ എഴുതി ശിഷ്യനായിട്ടുള്ള ഷൗക്കത്ത്, വലിയൊരു പ്രഭാഷണമായിട്ടുള്ള ഷൗക്കത്ത് നല്ലൊരു അവതാരിക എഴുതി തന്നിട്ടുണ്ട്. തമ്പി മാസ്റ്റർ അവതാരികയും അതുപോലെ നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിൻ്റെ അവതാരികയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കണം. ഇന്ന് പുസ്തകം നിലവിൽ എല്ലാ വർക്കുകളും ചെയ്ത് കഴിഞ്ഞു. സമയം കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയും മറ്റുള്ളവരെയും അറിയിക്കുന്നതാണ്. അപ്പോൾ ചാലക്കുടിക്കാരെ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഈ തൂമ്പാങ്കോടുള്ള നമ്മളെന്നും കാണാറുള്ള, എന്നാൽ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജോസേട്ടൻ എഴുതുകയാണ്, ജോസേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഖസാക്കിൻ്റെ മർമ്മരം
ഇതിൻ്റെ കവർ ചിത്രത്തിൻ്റെ, ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രത്തിൻ്റെ പ്രകാശനം കൂടി നമ്മുടെ ചാനലിലൂടെ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷനിലൂടെ നമുക്കത് കൊണ്ടുവരാം ജോസേട്ടാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ ഈ ജോസേട്ടൻ്റെ വീടിൻ്റെ പിറകിലെ ഈ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾക്കിടയിൽ ഈ തണലിന് കീഴിൽ ഇത്തിരി നേരം ഖസാക്കിൻ്റെ മർമ്മരം, ആ മർമ്മരം നമ്മളെ തടവി കടന്നു പോകുമ്പോൾ ഒരിക്കൽ കൂടി ജോസേട്ടന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഖസാക്കിൻ്റെ മർമ്മരം അതൊരു പുസ്തകമായിട്ട് സമൂഹത്തിലേക്ക് എത്തുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറട്ടെ. അപ്പോൾ നിങ്ങൾ ഈ മധുനൂർ എന്ന് പറയുന്ന പുസ്തകവും നിങ്ങൾ വായിക്കാൻ മറക്കരുത്. ജോസേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും വിജയഭാവങ്ങളും നേരുകയാണ്. നഷ്ടപ്പെട്ട എൻ്റെ പ്രണയവസന്തത്തെ നീ ഊതി ഊതി അസ്ഥികളിൽ തീ പിടിപ്പിക്കുക. കല്ലറയ്ക്ക് പുറത്തെ വെളുത്ത റോസാപ്പൂക്കൾ കൂടുതൽ ചുവന്ന് തുടുത്ത് ഇവിടമാകെ സുഗന്ധം പരത്തും. മരണമില്ലാത്ത നമ്മുടെ പ്രണയത്തിന് കൂട്ടായി അവയുടെ വേരും വെളിച്ചവും കുഴിമാടത്തിനകത്തേക്ക് കുഴിഞ്ഞിറങ്ങി വരും. നിന്നിലൂടെ അസ്ഥികളിൽ മാംസം പിടിക്കുന്നതുവരെ മരം കൊച്ചുന്ന തണുപ്പിലും വേരു നമ്മെ ചുറ്റിപ്പിടിച്ച് കെട്ടിപ്പുണർന്നിരിപ്പുണ്ടാകും. മരിച്ചിട്ടും മരിക്കാത്ത പ്രണയം കല്ലറകളെ ഉറക്കിക്കെടുത്തും. ജോസേട്ടാ, നന്ദി, നമസ്കാരം. വളരെ സന്തോഷം, വളരെ സന്തോഷം.